പൊതുവെ ലോക സമൂഹത്തിന് മുന്നിൽ വിഡ്ഢിയായിരിക്കുകയാണ് കഴിഞ്ഞ 2 ദിവസമായി പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീർ. അയാളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് കാരണം. പാപ്പരായ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാപ്പരായ പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിന് എത്ര ശമ്പളം നൽകുന്നു? തുക ഞെട്ടിക്കുന്നതാണോ? അതോ ഇന്ത്യൻ ആർമി ചീഫിൻ്റെ ശമ്പളത്തേക്കാൾ കുറവാണോ അതോ കൂടുതലാണോ? പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറിന് പ്രതിമാസം 2,50,000 പാകിസ്ഥാൻ രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത്. ഇത് ഏകദേശം നമ്മുടെ 75,000 രൂപയ്ക്ക് തുല്യമാണ്. അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ വിജയിച്ചു എന്ന് തെറ്റായി പ്രഖ്യാപിച്ചതിന് ശേഷം ഫീൽഡ് മാർഷൽ സ്ഥാനത്തേക്ക് സ്വയം ഉയർത്തിയ പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ഭരണാധികാരി. അതേസമയം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വത്തിലുള്ള സിവിലിയൻ സർക്കാർ സൈന്യത്തിന് വിധേയരാകാൻ വിധിക്കപ്പെട്ട ഒരു പാവ ഭരണകൂടം മാത്രമാണ്. പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിൻ്റെ ശമ്പളം 2,50,000 പാകിസ്ഥാൻ രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇന്ത്യൻ രൂപയിൽ 75,000 രൂപ. പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നിട്ടും അവിടുത്തെ സൈന്യം, പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥർ, ലോകത്തിലെ ഏറ്റവും ധനികർക്ക് തുല്യമായ ആഡംബര ജീവിതമാണ് നയിക്കുന്നത്. അതേസമയം ജനങ്ങൾ ഒരു ദിവസം 2 നേരം ഭക്ഷണം കഴിക്കാൻ പാടുപെടുന്നു. ശമ്പളത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസിം മുനീറിന് പ്രതിമാസം 2,50,000 പാകിസ്ഥാൻ രൂപയുണ്ട്. എന്നാൽ ഇന്ത്യൻ സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ്റെ പ്രതിമാസ ശമ്പളം 2,50,000 ഇന്ത്യൻ രൂപയാണ്. അതായത് ഈ രൂപ പാകിസ്ഥാനിൽ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം 8.25 ലക്ഷം രൂപ വരും. ഇന്ത്യൻ സൈനിക മേധാവിയുടെ പ്രതിമാസ ശമ്പളവുമായി കണക്ക് കൂട്ടുമ്പോൾ അസിം മുനീറിൻ്റെ ശമ്പളം വെറും തുച്ഛമായൊരു തുകയാണ്. അങ്ങനെ ഇന്ത്യൻ കരസേനാ മേധാവി പാകിസ്ഥാൻ കരസേനാ മേധാവിയേക്കാൾ 3 ഇരട്ടി ശമ്പളമാണ് നേടുന്നത്. ഇത് 2 രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ശക്തിയിലുള്ള വലിയ വിടവ്, അന്തരം കാണിക്കുന്നു. ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർന്നതിന് ശേഷം അസിം മുനീറിന് എന്തെങ്കിലും അധിക സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? അസിം മുനീറിൻ്റെ ശമ്പളം അതേപടി തുടരുമ്പോൾ ഫീൽഡ് മാർഷൽ എന്ന പദവി ഏതൊരു സൈന്യത്തിലെയും ഏറ്റവും ഉയർന്ന തസ്തികയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ നിരവധി ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അതോടൊപ്പം ലഭിക്കും. ആഡംബര സർക്കാർ ബംഗ്ലാവ്, അധിക സുരക്ഷ, കാറുകൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ആജീവനാന്ത പെൻഷൻ എന്നിവയുൾപ്പെടെയുള്ള മികച്ച സൗകര്യങ്ങൾ പുതിയ പദവിയിൽ ഉൾപ്പെടുന്നു. പ്രധാനമന്ത്രിയേക്കാൾ മുകളിലാണ് പാകിസ്ഥാനിൽ കരസേനാ മേധാവിയുടെ സ്ഥാനം. അങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അടുത്തിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ അസിം മുനീറിന് ഉച്ചഭക്ഷണം നൽകിയപ്പോൾ തന്നെ ഇത് വ്യക്തമായിരുന്നു. സാധാരണയായി രാഷ്ട്രത്തലവന്മാർക്കായി നീക്കിവച്ചിരിക്കുന്ന ഒരു പ്രത്യേക അവകാശമാണിത്. അതേസമയം ശമ്പളത്തിന് പുറമെ ഉന്നത പദവിക്കൊപ്പം മറ്റു ചില ആനുകൂല്യങ്ങളും പാകിസ്ഥാൻ കരസേനാ മേധാവി ആസ്വദിക്കുന്നു. എലൈറ്റ് ക്ലബ്ബുകളിൽ സൗജന്യ അംഗത്വം, ആഡംബരപൂർണമായ ഒരു സ്വകാര്യ ബംഗ്ലാവ്, അധിക സുരക്ഷ, സർക്കാർ ധനസഹായത്തോടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ പാൽ, ഗതാഗത സ്ഥാപനങ്ങൾ തുടങ്ങിയ നിരവധി ബിസിനസ്സുകൾ ഒരു കോർപ്പറേഷനായി പാകിസ്ഥാൻ സൈന്യത്തിന് സ്വന്തമായുണ്ട്. ഇത് കരസേനാ മേധാവി ജനറൽ അസിം മുനീറിൻ്റെയും പാകിസ്ഥാൻ സൈന്യത്തിലെ മറ്റ് ഉന്നതരുടെയും വരുമാനം വർദ്ധിപ്പിക്കുന്നു.